എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇന്ന് പഠിപ്പിക്കേണ്ടത് ഇലക്ട്രിക് ഡൈപോളിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഡൈപോളിന്റെ ആക്സിസിലൂടെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചു. ഈ ഭാഗത്തുള്ള ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് പഠിച്ചതാണ്. ഇന്ന് പഠിപ്പിക്കുന്ന ഡൈപോളിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് മേലോട്ടാവാം താഴോട്ടാവാം, പെർപെൻഡിക്കുലർ പോയിന്റ്, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഫിഗർ വ്യക്തമാണ്. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ AB of charges minus q at A and plus q at B of length to A. Let C be an equatorial point. ഈ ഡൈപോളിന്റെ ആക്സിസിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലെ പോയിന്റ് ആണ് C. ഓക്കെ, നമുക്കറിയാം ആ C എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ ബാക്കി കാര്യം പറയാം. ഒന്ന് C എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് പറയുന്നു, ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. നോക്കാം, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് പുറത്തോട്ടായിരിക്കും. അപ്പൊ ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടൊക്കെ ആകാം, ഇങ്ങോട്ടാവാം, 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 ഇങ്ങോട്ടും ആവാം. അപ്പൊ സിയിലൂടെ പുറത്തോട്ട് പോകും ഇലക്ട്രിക് ഫീൽഡ്. പോസിറ്റീവ് ചാർജ് ആയ ഈ ബിയിലിരിക്കുന്ന പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് സിയിലൂടെ പുറത്തോട്ട് പോകും. ഓക്കെ, നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ച് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ചാർജിലോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും സിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഫീൽഡ് വരും. ഓക്കെ, അപ്പൊ രണ്ട് ഫീൽഡ് നിങ്ങൾക്ക് വ്യക്തമാണ്. ഈ ബി ഇങ്ങോട്ട്, ഈ എ ഇങ്ങോട്ട്. എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന കാര്യം മനസ്സിലായിരിക്കണം. കാരണം പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് എപ്പോഴും പുറത്തോട്ടായിരിക്കും, നെഗറ്റീവ് ചാർജിൽ നിന്ന് ചാർജിലോട്ട് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി പഠിച്ചതാണ്. അപ്പൊ ഹൊറിസോണ്ടൽ ഡിറക്ഷനുമായിട്ട് ഈ ബി എന്ന് പറയുന്ന ഈ ഫീൽഡ് തീറ്റ ആംഗിൾ ആക്ട് ചെയ്യുന്നു, കാണുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഈ ഹൊറിസോണ്ടൽ ഫീൽഡ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിൽ നിന്ന് നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ്, ദാറ്റ് ഈസ് ഈ എ, അത് തീറ്റ ആംഗിൾ ചരിഞ്ഞ് ആക്ട് ചെയ്യുന്നു. പഠിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണില്. ഒരു വെക്ടർ തീറ്റ ആംഗിൾ ചരിഞ്ഞ് ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ ഈ ഫീൽഡിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും, കോസ് കമ്പോണന്റ്. അപ്പൊ ലെഫ്റ്റിലോട്ട് വരുന്നത് കോസ് കമ്പോണന്റ്, ഞാൻ എഴുതിയിട്ടുണ്ട് ഇ ബി കോസ് തീറ്റ. ഓക്കെ, അതിന് നേരെ മേലോട്ട്, കാരണം ഇവിടെ അല്ലേ ഈ ബി ഇരിക്കുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് മേലോട്ട് വരുന്നു. മേലോട്ട് വരുന്ന കമ്പോണന്റ് ഇ ബി സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ, ഇ ബി എ സ്പ്ലിറ്റ് ചെയ്തു, ഇ ബി കോസ് തീറ്റ, ഇ ബി സൈൻ തീറ്റ. ഓക്കെ, അടുത്ത് ഇ എ എന്ന് പറഞ്ഞ ഈ വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തു, ഇ എ കോസ് തീറ്റ, ഇ എ സൈൻ തീറ്റ. താഴേക്ക് ഫലത്തിൽ ഇവിടെ മൊത്തത്തിൽ 4 ഫീൽഡ് ഉണ്ടാവും. ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇ ബി കോസ് തീറ്റ, ഇ ബി സൈൻ തീറ്റ. അടുത്ത് ഇ എ കോസ് തീറ്റ, ഇ എ സൈൻ തീറ്റ. ഫിഗർ തന്നെ വ്യക്തമാണ്. ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും പരസ്പരം ക്യാൻസൽ ചെയ്തു. മിച്ചമുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് ഏതൊക്കെയാണ്, ഇ ബി കോസ് തീറ്റയും ഇ എ കോസ് തീറ്റയും. അപ്പൊ ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ എഴുതാം. ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടുന്ന ടോട്ടൽ ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഇപ്രകാരം എഴുതാം, ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇപ്പൊ എഴുതാം ഇ എ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഓക്കെ, നോക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മളിപ്പോ ഇവിടെ വെക്ടർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് എല്ലാം പരിഗണിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി വീണ്ടും ഡയറക്ഷൻ പരിഗണിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഇ എ എന്ന് പറയുന്ന വെക്ടറിന്റെ വാല്യൂ എഴുതിക്ക്, 1/4πε0 q ബൈ എന്ത് മതി, ദൂരം x² മതി. കാരണം എന്തുകൊണ്ടാ, ഇവിടെ മൈനസ് എടുക്കേണ്ട കാര്യമുണ്ടോ? മൈനസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡയറക്ഷൻ സൂചിപ്പിക്കും. നമ്മൾ ഡയറക്ഷൻ പരിഗണിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ഒഴിവാക്കുന്നു, മൈനസിനെ ഒഴിവാക്കുന്നു. കഴിഞ്ഞ ഡയറക്ഷനിൽ നമ്മൾ മൈനസ് എടുത്തിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അടുത്ത് ഈ ബി പറഞ്ഞേ, 1/4πε. കഴിഞ്ഞ ഡയറക്ഷൻ ആരോ സംശയം പറഞ്ഞു, എപ്സലോൺ എന്ന് പറയുന്നത് ഈ വാക്കിന്റെ പേരെന്താണ്, എപ്സലോൺ. 0 പറയാൻ കാര്യം എയർ എന്ന മീഡിയം ആയതുകൊണ്ട് എപ്സലോൺ 0. അവിടെയും q ബൈ x², പോസിറ്റീവ് ചാർജ് ആണ്, ഡിസ്റ്റൻസ് x തന്നെയാണ്. ഫലത്തിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാൻ പറഞ്ഞേ, ഈ സീക്വൽ പറഞ്ഞോളൂ. ഇ എ ഇ ബി രണ്ടും ഒരേ വാല്യൂസ് അല്ലേ. ഇപ്പൊ ഇ എ പ്ലസ് ഇ ബി എങ്ങനെ എഴുതാം, 2 × പറഞ്ഞോളൂ 1/4
by 4 pi epsilon 0 q by x square into ഇവിടെ എന്ത് വരും cos theta equation 1 in place equation 1 മാറ്റി എഴുതിയാണ്. അപ്പൊ ഇനി എന്ത് കണ്ടെത്തണം? ഈ cos theta കണ്ടെത്തണം. നോക്കാം. cos theta എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ theta ആണ്. ഇതേ ആംഗിൾ തന്നെ ഇവിടെ വരും, അത് തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ നോക്കണം cos theta എടുത്തേ ഫ്രം ദി ട്രയാംഗിൾ ഏതാ? AOC കാണുന്നുണ്ടല്ലോ, AOC. cos theta പറഞ്ഞോളൂ adjacent by hypotenuse. അപ്പൊ എന്താ വരിക? A by x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെ മാറ്റി എഴുതാം? 2 into 1 by 4 pi epsilon 0 q by x square into cos theta എന്താണ്? A by x. ഇനി ഇവിടെ ന്യൂമറേറ്റർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. q ഉണ്ട്, 2 ഉണ്ട്, a ഉണ്ട്. q into 2a എന്താണ്? ഡൈപോൾ മൊമെന്റ് p ആണ്. എന്താ പറയാ? ഡൈപോൾ മൊമെന്റ് p പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സീക്വൽ എങ്ങനെ എഴുതാം? 1 by 4 pi epsilon 0 എന്താ പറയാ? p by x square into x എന്താ പറയാ? x cube. ഫലത്തിൽ നമുക്കിവിടെ ആവശ്യം നോക്കാം. ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞൊരു കാര്യമാണ്, സെൻട്രൽ പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് ആയിട്ടുള്ള പോയിന്റ് ആണ് c. അപ്പൊ ഇവിടെ പ്രസക്തി ആറിന്. അങ്ങനെ ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാ പറഞ്ഞേ. നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ എന്താ വന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് എന്തിലോട്ട് മാറണം? ആറിലോട്ട് മാറണം. ഓക്കെ, നമുക്ക് നോക്കാം. ചെയ്യേണ്ട ഇത്ര മാത്രം. ഫ്രം ദ ഫിഗർ, ഫ്രം ദി ട്രയാംഗിൾ ഏതെഴുതാം? ട്രയാംഗിൾ AOC വീണ്ടും കൊടുക്കുന്നു. AOC-ലെ x square is equal to പറഞ്ഞോളൂ. x square is equal to പറയൂ. x square ഹൈപ്പോട്ടനസ് അല്ലേ? x square is equal to a square plus r square. Therefore x എങ്ങനെ എഴുതാം? a square plus r square the whole raised to half. ആണല്ലോ, റൂട്ട് എടുക്കുന്നതിന് പകരമാണ് ഹാഫ് ഇട്ടേക്കുന്നത്. നമുക്കിവിടെ ആവശ്യം x square അല്ല x cube ആണ്. അപ്പൊ എന്ത് എഴുതാം? x cube is equal എങ്ങനെ പറഞ്ഞേ? a square plus r square the whole raised to 3/2. കാരണം ഇവിടെയും ക്യൂബ് കൊടുത്തു, ഇവിടെയും ക്യൂബ് കൊടുത്തു, 3/2. നമുക്കിവിടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, therefore E is equal to പറഞ്ഞോളൂ 1 by 4 pi epsilon 0 p by പറഞ്ഞേ a square plus r square the whole raised to 3/2. പഠിച്ച കാര്യമാണ്. ഫോർ എ ഷോർട്ട് ഡൈപോൾ, ഡൈപോളിന്റെ ലെങ്ത് വളരെ ചെറുതാണെങ്കിൽ ഈ a എന്ന് മൊത്തം നീളം തന്നെ ചെറുതാണ്. അതിന്റെ പകുതി എയോ അതിനേക്കാൾ ചെറുതായിരിക്കും, അതിന്റെ സ്ക്വയറോ അതിനേക്കാൾ ചെറുതായിരിക്കും. ഉദാഹരണം 1 സെന്റിമീറ്റർ പകുതി എത്രയാ? 0.5. ആ 0.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.25 ആണ്. ആ 0.25 എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 1 സെന്റിമീറ്ററിനേക്കാൾ വളരെ വളരെ ചെറുതാണ്. അപ്പൊ മനസ്സിലാക്കാം, ഫോർ എ ഷോർട്ട് ഡൈപോൾ a square is negligible, very less than that of r square. Therefore നമുക്ക് എന്ത് പറയാം? ഇവിടെ r square ഒഴിവാക്കാം. അപ്പൊ ഈ എങ്ങനെ വരും? 1 by 4 pi epsilon 0 p by. ഇവിടെ എന്ത് ഒഴിവാക്കുന്നു? ഞാൻ a square ഒഴിവാക്കുന്നു. എന്ന് വെച്ചാൽ എന്താ ഉള്ളത്? r square the whole raised to 3/2. ഇനി എന്ത് മാത്രം നോക്കിയാൽ മതി? r square. a square ഇല്ല. അപ്പൊ r square the whole raised to 3/2. അപ്പൊ ഈ സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പൊ എന്താ വരുന്നത്? r cube. E is equal to 1 by 4 pi epsilon 0 p by r cube. ഇനി ഒരു കാര്യം കൂടി, ഇലക്ട്രിക് ഫീൽഡിന്റെ വെക്ടർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ത് വേണം? ഡയറക്ഷൻ വേണ്ടേ? ഈ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടൊന്നും വേണ്ടേ? നമ്മൾ പഠിച്ചു വെച്ചു. ഡൈപോൾ മൊമെന്റ് പഠിച്ചിരുന്നു. എന്തായിരുന്നു ഡൈപോൾ മൊമെന്റ്? അതൊരു ഡൈപോളിന്റെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അതിന് ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. ഇങ്ങോട്ടല്ലേ? നെഗറ്റീവ് ടു പോസിറ്റീവിലാണ് ഡൈപോൾ മൊമെന്റ്. ഇപ്പൊ ഫീൽഡ് ഫിഗറിൽ നിന്ന് വെച്ചാണ് എങ്ങോട്ടാണ്? ഇതിന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടത്തെ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡൈപോൾ മൊമെന്റ് വെക്ടറിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഡൈപോൾ മൊമെന്റ് വെക്ടർ പി ഉണ്ട്. പിക്ക് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, മനസ്സിലാക്കണം. എന്ന് പറയുന്നു, കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ എ ബി of charges minus q at A and plus q at B of length 2a. Let C be an equatorial point at a distance r from the central point. We have to find out the electric field intensity at C. At C there are two electric fields. One is from B and other is from A. Therefore,
ബിയിൽ നിന്ന് വരുന്ന ഫീൽഡ് ഇതുവഴി പുറത്തോട്ട് തന്നെ പോകും. അതുകൊണ്ട് ഇ ബി മേലോട്ട് വരച്ചു. എ എന്ന് പറഞ്ഞ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ എയിലോട്ടേ ഫീൽഡ് വരും. അപ്പൊ ഇ എ ഇങ്ങോട്ട് വരച്ചു. ബലത്തിൽ ഇവിടെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇ ബിയും ഇ എയും. ഇവ രണ്ടും ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന തീറ്റ ആംഗിൾ ചരിഞ്ഞ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവ രണ്ടിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇ ബി എ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇ ബി കോസ് സൈൻ തീറ്റ ഉണ്ട്, ഇ ബി കോസ് തീറ്റ. അതുപോലെ ഇ എ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇ എ സൈൻ തീറ്റ ഇങ്ങോട്ട്, ഇ എ കോസ് തീറ്റ ഇങ്ങോട്ട്. എന്തുകൊണ്ട് കോസ് തീറ്റ ഇവിടെ വന്നുള്ള കാര്യം വ്യക്തമാണ്. ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണന്റ് എപ്പോഴും കോസ് കമ്പോണന്റ് ആയിരിക്കും. ബലത്തിൽ നോക്കുമ്പോൾ ഇ ബി സൈൻ തീറ്റ മേലോട്ട് പോകുന്നുണ്ട്, ഇ എ സൈൻ തീറ്റ താഴേക്ക് വരുന്നുണ്ട്. ഇവ രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്യും. മിച്ചമുള്ള നെറ്റ് ഫീൽഡ് എന്താണ്? ഇ ബി കോസ് തീറ്റ പ്ലസ് ഇ എ കോസ് തീറ്റ. therefore E is equal to ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഓക്കെ ആണല്ലോ. രണ്ടിൽ നിന്നും കോസ് തീറ്റ പുറത്തെടുക്കുന്നു, ഇ എ പ്ലസ് ഇ ബി കോസ് തീറ്റ. ഇക്വേഷൻ പുറമുണ്ടെന്ന് മാർക്ക് ചെയ്തു. ഇനി ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നമ്മൾ ഫിഗർ വരച്ചത് തന്നെ ഡയറക്ഷൻസ് എല്ലാം നോക്കിയിട്ടാണ് ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ എന്തിന്റെ ആവശ്യം എടുക്കേണ്ട കാര്യമില്ല, വീണ്ടും ഡയറക്ഷൻ പരിഗണിക്കേണ്ടതില്ല. ഒരു കാര്യം ഒരു തവണ പരിഗണിച്ചാൽ മതി. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ് എ ഇങ്ങനെ എഴുതുന്നു, ഇ ഈസ് 1/4πε q ബൈ x സ്ക്വയർ മാത്രം കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ഡെറിവേഷനിൽ മൈനസ് q കൊടുത്തിരുന്നു. ഇവിടെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് മനസ്സിലായാലും എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? മൈനസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന് വീണ്ടും ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥ വരും. നമ്മൾ ഒരു തവണ പരിഗണിച്ച കാര്യം വീണ്ടും പരിഗണിക്കുമ്പോൾ അത് നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് പരിഗണിക്കുന്നില്ല. അതുപോലെ ഇ ബി എന്താ പറയാ? 1/4πε q ബൈ x സ്ക്വയർ. രണ്ടും കൂടെ ആഡ് ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ? ഇ എ പ്ലസ് ഇ ബി. രണ്ടും ഒന്നുപോലല്ലേ? അപ്പൊ എന്തെടുത്താൽ മതി? 2 ടൈംസ് 2 into 1/4πε q by x square into cos theta. ഓക്കെ, ഇനി വേണ്ടത് cos theta. ഈ ഫിഗറത്തിന് വ്യക്തമാണ്. cos theta is equal to adjacent by hypotenuse a by x. അങ്ങനെ cos theta എന്ത് കൊടുത്തു? a by x എന്ന് കൊടുത്തു. From the triangle AOC, cos theta is equal to AOC കാണുന്നുണ്ടല്ലോ. cos theta is equal to adjacent by hypotenuse a by x. E is equal to ഇവിടെ കൊടുക്കുന്നു 2 into 1/4πε q by x square into cos theta കൊടുത്തു a by x. ഓക്കെ, ഇനി നോക്കേണ്ട ഒരു കാര്യം, 2 ഉണ്ട്, q ഉണ്ട്, a ഉണ്ട്. ദാറ്റ് ഈസ് q into 2a. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ മൊമെന്റ് വെക്ടർ p. അപ്പൊ ഇതിന് മൂന്നിനും ചേർന്ന് എന്ത് കൊടുക്കാം? p. അപ്പൊ എന്താ? 1/4πε p by x cube. E is equal to 1/4πε p by ഈ x cube ഒരു കാര്യം കണ്ടതാണ്. x cube കാര്യം കണ്ടത് വേറെ ഒന്നുമില്ല. ഫിഗർ നോക്കിയാൽ വ്യക്തമാണ്. നോക്കിക്കേ, x എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ആണ്, a എന്ന് പറയുന്ന ബേസ് ആണ്, r എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ x സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് r സ്ക്വയർ. വ്യക്തമാണല്ലോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ x സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് r സ്ക്വയർ. therefore x ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് r സ്ക്വയർ the whole raised to half ആണ്. therefore x cube is equal to a square plus r square the whole raised to 3/2. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വാല്യൂ ഉണ്ടാക്കും കാണുന്നുണ്ടല്ലോ. x കൂടെ എടുത്തു a square plus r square the whole raised to 3/2. ഇനി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് for a short dipole എന്താ സംഭവം? For a short dipole a square is negligible നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞാൽ r സ്ക്വയർ വളരെ കൂടുതലാണ്, a സ്ക്വയർ വളരെ വളരെ ചെറുതാണ്. അപ്പൊ a സ്ക്വയർ കളയും. അപ്പൊ a സ്ക്വയർ ഇവിടെ ഈ ഡെറിവേഷനിൽ a സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? a സ്ക്വയർ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് മാത്രം മിച്ചം വരും? r സ്ക്വയർ the whole raised to 3/2. r സ്ക്വയർ the whole raised to 3/2. 2 വെട്ടി പോവും. എന്താ പറയാ? r cube. therefore E is equal to 1/4πε0 p by r cube. മനസ്സിലായല്ലോ. ഇവിടത്തെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാണ്, ലെഫ്റ്റിലോട്ടാണ്. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ് റൈറ്റിലോട്ടാണ്. ഇവിടത്തെ ഡൈപോൾ റൈറ്റിലോട്ടാണ്, ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിലോട്ടാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇക്വറ്റോറിയൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എപ്പോഴും ആ ഡൈപോൾ മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, നോക്കുക, മനസ്സിലാക്കുക, എഴുതിയെടുക്കുക. അടുത്ത് പഠിപ്പിക്കേണ്ടത് നമ്മുടെ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂളാണ്. പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്. പോളാർ, നോൺ പോളാർ. അതായത് നമുക്കറിയാം ഈ ആറ്റങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മോളിക്യൂളെ സംബന്ധിച്ച് ആറ്റത്തെ കുറിച്ച് പറയുന്നതാണ് ബെസ്റ്റ്. അപ്പൊ അതിന്റെ ന്യൂക്ലിയസിന് തന്നെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. കാരണം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുണ്ട്. അപ്പൊ ന്യൂക്ലിയസിന്റെ മുഴുവൻ ചാർജ് എന്ന് പറയുന്നത് പ്രോട്ടോണുകളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ് ചാർജുകളുടേതായ ഒരു സെന്റർ പറയാം. ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ് സെന്റർ എന്ന് തന്നെ നമ്മൾ പറയും. ഇനി പുറത്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങില്ലേ? ഇലക്ട്രോൺസ് ഇത് ന്യൂക്ലിയസ് ആണ്, അതിനകത്ത് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഈ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്കെല്ലാം കൂടി ചേർത്തൊരു നെഗറ്റീവ്, ഇതെല്ലാം നെഗറ്റീവ് ചാർജുകളാണല്ലോ. അവയുടേതായ ഒരു നെഗറ്റീവ് ചാർജ് സെന്റർ പറയാമല്ലോ. ഫലത്തിൽ ഒരു ആറ്റത്തെ സംബന്ധിച്ച്
ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എത്രമാത്രം പോസിറ്റീവ് ചാർജുകളുടെ സെന്ററിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് സെന്റർ എന്നും നെഗറ്റീവ് ചാർജുകളെല്ലാം കൂടി ഒരു അസ്യൂംഡ് സെന്റർ പറയും, അതിനെ നെഗറ്റീവ് ചാർജ് സെന്റർ എന്നും പറയും. ചില ആറ്റങ്ങളിൽ ഇവ രണ്ടും ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചൊരു പൊളാരിറ്റി ഇല്ല, രണ്ട് പൊളാരിറ്റിയും ഒന്നിച്ച് പോസിറ്റീവും നെഗറ്റീവും ഒന്നിച്ച് കാണും. അങ്ങനെ ഒന്നിച്ച് സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ഈ ആറ്റത്തിന് അല്ലെങ്കിൽ ഈ മോളിക്യൂളിന് ഒരു പ്രത്യേകിച്ചൊരു പൊളാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? ആ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും ഒരേ പോയിന്റിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. Therefore, this type of atoms or molecules are called non-polar molecule. എന്താ പറയാ? Non-polar molecule. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ എന്നിവ നോൺ പോളാറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇവയുടെ വേറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് എപ്പോഴും 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഡൈപോൾ മൊമെന്റ് ഇല്ല. ഡൈപോൾ പൊളാരിറ്റി ഉണ്ടെങ്കിലല്ലേ ഡൈപോൾ മൊമെന്റ് എന്ന കൺസെപ്റ്റ് ഉള്ളൂ, അതില്ല. അപ്പൊ ഡൈപോൾ മൊമെന്റ് വാല്യൂ എന്താണ്? 0 ആണ്. ഇത് നോൺ പോളാർ. ഇഫ് ദി പോസിറ്റീവ് ചാർജ് സെന്റർ ആൻഡ് നെഗറ്റീവ് ചാർജ് സെന്റർ ഓഫ് ആൻ ആറ്റം coincide at the point and the net dipole moment is 0, then the atom is or molecule is called a non-polar molecule. Example, carbon dioxide and methane. അടുത്ത പഠിപ്പിക്കേണ്ടത് പോളാർ മോളിക്യൂൾ ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ വരുന്നതല്ലേ, പോസിറ്റീവ് ചാർജ് സെന്ററും നെഗറ്റീവ് ചാർജ് സെന്ററും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പൊളാരിറ്റി ഉണ്ടെന്ന് പറയേണ്ടി വരും. Therefore, this type molecules are called polar molecules. അപ്പൊ അവയ്ക്ക് എന്ത് കാണും? ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് കാണും. പെർമനന്റ് ഡൈപോൾ മൊമെന്റ് കാണും. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ആ ടൈം കഴിഞ്ഞു. ഇനി അടുത്ത പഠിപ്പിക്കേണ്ടത് നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഒരു കാര്യത്തിലേക്ക് പറഞ്ഞത് മുമ്പ്, ഒരു ചാർജ് ഉണ്ട്, ചുറ്റും ഈ ഫീൽഡ് ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ അറിയാം ഈ ചാർജിന് ചുറ്റും പല പോയിന്റുകളും പരിഗണിക്കാം, അല്ലേ? ഇങ്ങനെ പരിഗണിക്കാം. ഇത് എ എന്ന് പേരിടുന്നു, ബി, സി, ഡി. ഇതിൽ ഏറ്റവും ക്ലോസ് ആയി കാണുന്ന പോയിന്റാണ് ഡി. അത് ഈ ചാർജുമായിട്ട് ഏറ്റവും ക്ലോസ് ആയി കാണുന്നതാണ്. ഈ ക്ലോസ് ആയി കാണുന്ന ഈ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എ, ബി, സി, ഡി എന്നീ 4 പോയിന്റുകളില് ഒരേ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഫീൽഡിനെ പറയുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാ പോയിന്റുകളിലും ഒരേ ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ ആ ഫീൽഡിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ എന്താ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? മനസ്സിലാവുമല്ലോ. എന്താ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ എല്ലാ പോയിന്റുകളിലും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്താ പറയാ? യൂണിഫോം. അടുത്ത പഠിപ്പിക്കേണ്ടത്, ഡൈപോളിൽ നമ്മളിപ്പോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയിക്കാണ്. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഇതാ നേരെ മേളിലോട്ടൊരു ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി യൂണിഫോം ആണ്. പ്രത്യേകം പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയുള്ളതാണ്? യൂണിഫോം. എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാനൊരു ഡൈപോളിനെ കൊണ്ടുപോയിരിക്കുന്നു, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. എ ബി എന്ന് ഞാൻ പേരിടുന്നു. ഡൈപോളിന്റെ ലെങ്ത് അറിയാലോ, 2a ആണ് ലെങ്ത്. മൈനസ് ക്യൂ ചാർജ് ഇവിടെ ഉണ്ട്, പ്ലസ് ക്യൂ ചാർജ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഡൈപോളിനെ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ആംഗിൾ ചരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇനി ഇവിടുത്തെ അവസ്ഥ ആദ്യം മനസ്സിലാക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി യൂണിഫോം ആണ്. നേരത്തെ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ചാർജ് എന്നാണ്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യൂ എന്ന് പറയാൻ പറ്റൂലേ? എഫ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു. എന്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ് വന്നു കഴിഞ്ഞാൽ, ചാർജിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ചാർജ് വന്നാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ അർത്ഥം പിന്നെ ചാർജ് ഈസ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, എന്ത് സംഭവിക്കും? ആ ചാർജിന് ഒരു ഫോഴ്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ 2 ചാർജ് ഇല്ലേ? മൈനസ് ക്യൂ ചാർജും ഉണ്ട്, പ്ലസ് ക്യൂ ചാർജും ഉണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു ഫോഴ്സ് കിട്ടും, ഇവിടെയും ഒരു ഫോഴ്സ് കിട്ടും. ശരിയല്ലേ? ആ ഫോഴ്സിൽ എങ്ങനെയായിരിക്കും? ഇവിടെ കിട്ടുന്ന ഫോഴ്സ് നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ക്യൂ. എന്തുകൊണ്ട് മൈനസ് ഇ ക്യൂ ആയി? ചാർജ് മൈനസ് ക്യൂ. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇ ക്യൂ. എന്തുകൊണ്ട്? പോസിറ്റീവ് ചാർജ് ആയിരുന്നു.
അപ്പൊ ഒരെണ്ണം മൈനസ് ചാർജ് ആണ്, അതുകൊണ്ട് മൈനസ് ഫോഴ്സ് കിട്ടി. ഒരെണ്ണം പ്ലസ് ചാർജ് ആണ്, അതുകൊണ്ട് പ്ലസ് ഫോഴ്സും കിട്ടി. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, നെഗറ്റീവ് ചാർജ് കാരണം കിട്ടുന്ന ഫോഴ്സ് താഴേക്കാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ചാർജ് ഫോഴ്സ് എന്തായിരിക്കും? മേലോട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇതിങ്ങനെ വെച്ചിട്ട് മേലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തില്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാലോ. ഈ റൊട്ടേറ്റിംഗ് ഇഫക്റ്റിന് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു ടോർക്ക്. എന്താ പറയാ? ടോർക്ക്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഡൈപോളിന് കിട്ടുന്ന ഫോഴ്സ് കണക്കാക്കി അതുവഴി ടോർക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കാം. കൺസിഡർ ആൻ ഇലക്ട്രിക് ഡൈപോൾ AB which is placed in an uniform electric field E making an angle theta. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ പറയാം. ഇതും തീറ്റ ആയിരിക്കുമല്ലോ. ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിളാണ്. ഈ ആംഗിളും തീറ്റയാണ്. വ്യക്തമായിട്ട് വരയ്ക്കുന്നു തീറ്റ. AB എന്ന പേര് കൊടുത്തു, ഞാൻ ഇവിടെ C കൊടുത്തു. നമുക്കറിയാം ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ഞാൻ താഴേക്ക് വരയ്ക്കുന്നു. എന്തായിരുന്നു അത്? മൈനസ്. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ഞാൻ മേലോട്ട് വരയ്ക്കുന്നു. അതാണ് എന്ത്? പ്ലസ്. ഓക്കെ, പ്ലസ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സും കിട്ടുമ്പോ ഈ ഡൈപോളിന് എന്ത് കിട്ടും? ഒരു ടോർക്ക് കണക്ട് ചെയ്യും. നമുക്കറിയാം ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു വൺ ഓഫ് ദി ഫോഴ്സ്. ഇതിലേതെങ്കിലും ഒരു ഫോഴ്സ് എടുത്താൽ മതി. ഞാൻ EQ എന്ന് എടുക്കുന്നു. ഈ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇതല്ല പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, AC ആണ്. AC ആണല്ലോ, AC ആണ്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി വ്യക്തമായിട്ട് നിങ്ങൾ കാണും. ഫിഗർ വ്യക്തമാവണം, അതുകൊണ്ട് അത് മാറ്റി കളയാം. അപ്പൊ ഇത് തീറ്റ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് അല്ലേ AC? ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് റേഷ്യോ എടുക്കണം? സൈൻ തീറ്റ. ഫ്രം ദി ട്രയാംഗിൾ ABC സൈൻ തീറ്റ ഈക്വൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. പറഞ്ഞേ, AC ബൈ AB. Therefore AC equal to AB sin theta. ഓക്കെ ആണല്ലോ. Therefore ടോർക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ടോ ഇസ് ഈക്വൽ ടു പറഞ്ഞേ EQ into AB sin. AB എന്താണ്? 2A. ഈ Q into 2 എന്താ? പഠിച്ചതല്ലേ? ഡൈപോൾ മൊമെന്റ്. അപ്പൊ എന്തെഴുതാം? EP sin theta. ഓക്കെ, ഇതുവരെ മനസ്സിലാക്കണം. ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു EP sin theta. E എന്ന് പറയുന്നത് വെക്ടർ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. P എന്ന് പറയുന്നത് മറ്റൊരു വെക്ടറാണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സും ഉണ്ട്. സൈൻ തീറ്റ എന്ന സാധനമുണ്ട്. നിങ്ങൾ പഠിച്ച ഓർമ്മയുണ്ട് A ക്രോസ് B. എന്തായിരുന്നു A ക്രോസ് B? AB സൈൻ തീറ്റ. അപ്പൊ ഇതെന്താണ്? ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ ആൻസർ ആണ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. A ക്രോസ് B എന്ന് പറയുന്നത് ഒരിക്കലും D ക്രോസ് A അല്ല. അപ്പൊ ഇതിൽ ഏത് ആദ്യം വരുന്നു എന്ന് പറയേണ്ടതുണ്ട്. ദാറ്റ് ഈസ്, കാരണം നമുക്ക് E ക്രോസ് P എന്ന് പറയുന്നതും P ക്രോസ് E എന്ന് പറയുന്നതും ഒന്നല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിൽ ഏത് വെക്ടറാണ് ആദ്യം വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് മേലോട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഫിഗറിന് വ്യക്തമാണ്. ഡൈപോൾ മൊമെന്റ് നിങ്ങൾ പഠിച്ചു, നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് മേലോട്ട്. ആംഗിൾ ഇളകുന്ന എങ്ങോട്ട്? എപ്പോഴാ? വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ. അപ്പൊ ഏത് ആദ്യത്തെ വെക്ടർ? P. ഈ P യിൽ നിന്നല്ലേ ആംഗിൾ അളക്കുക? E. അപ്പൊ മനസ്സിലായി ഏത് വെക്ടർ ആദ്യം വരണം? P ആദ്യം വരും, E രണ്ടാമത് വരും. അപ്പൊ ടോർക്ക് എങ്ങനെ എഴുതാം? P ക്രോസ് E. മനസ്സിലാവുമല്ലോ. ഓക്കെ, ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E. ഇനി ഒരു കാര്യം പറയാം. സൈൻ തീറ്റ എന്ന സംഭവം കിടക്കുന്നതുകൊണ്ട് ആംഗിളിന് വലിയ പ്രസക്തി ഉണ്ട്. സൈൻ തീറ്റ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? 90 ആവുമ്പോൾ. അപ്പൊ ടോർക്ക് എപ്പോഴാണ് മാക്സിമം കിട്ടുക? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി ഡൈപോളിന് വയ്ക്കുമ്പോൾ മാക്സിമം ടോർക്ക് കിട്ടും. മിനിമം എപ്പോഴാണ് കിട്ടുക? ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് ഡൈപോൾ വയ്ക്കുമ്പോൾ. രണ്ടെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കൂടെ പോകുന്നു, ഡൈപോൾ ഇങ്ങനെ വയ്ക്കുന്നു, ടോർക്ക് ഇല്ല. നേരെ തിരിച്ചു വെച്ചാൽ ടോർക്ക് ഉണ്ട്. മനസ്സിലാക്കുമല്ലോ. അപ്പൊ ഇതാണ് ടോർക്ക് ആക്ടിംഗ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ.